മൗലാന ജലാലുദ്ദീൻ റൂമി തങ്ങൾ പറഞ്ഞ ഒരു രാജാവിൻ്റെയും അയാൾ പ്രണയിച്ച സുമുഖിയായ യുവതിയുടെയും കഥയാണ് നാം ഇന്ന് പറയുന്നത്. മൗലാന റൂമിയുടെ ഓരോ കഥകളും ഒരുപാട് ആന്തരാർത്ഥങ്ങളുള്ളതാണ്. ആത്മജ്ഞാനത്തിലേക്കും ദൈവിക പ്രണയത്തിലേക്കും സൂചനകൾ നൽകുന്ന ഉദാഹരണങ്ങളാണ് അവയെല്ലാം. നാം ഇന്ന് പറയാൻ പോകുന്ന കഥയും അപ്രകാരം വലിയ അർത്ഥതലങ്ങളുള്ള ഒരു കഥയാണ്. പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു സാധാരണ കേൾവിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രണയകഥയോ ഒരു പൈങ്കിളിക്കഥയോ ആയി തോന്നിയേക്കാം. എന്നാൽ ഒരു സൂഫി ചിന്തകനെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ ആത്മാവിനെ ഉത്തേജിപ്പിക്കുന്ന കഥയാണ്. ഈ കഥയുടെ സൂഫി ഉൾസാരം ചിന്തിക്കുന്നവർക്ക് കേൾക്കുമ്പോൾ തന്നെ അത് മനസ്സിലാകും. അല്ലാത്തവർക്ക് വേണ്ടി കഥയ്ക്ക് ശേഷം അത് വിവരിക്കാം. ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ഒരു രാജാവ് തൻ്റെ ഇഷ്ടവിനോദമായ വേട്ടയ്ക്ക് വേണ്ടി ഇറങ്ങി. അങ്ങനെ ഒരു മലഞ്ചെരുവിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വളരെയധികം സുമുഖിയായ ഒരു സുന്ദരിയെ അയാൾ കാണാനിടയായി. അവളെ കണ്ട മാത്രയിൽ രാജാവിന് അവളോട് ഇഷ്ടം തോന്നി. ആ ഇഷ്ടം വല്ലാത്തൊരു പ്രണയമായി രാജാവിൻ്റെ ഖൽബിൽ വളർന്നുകൊണ്ടിരുന്നു. രാജാവ് കാട്ടുമൃഗങ്ങളെയാണ് വേട്ടയാടാൻ പോയതെങ്കിലും രാജാവിൻ്റെ മനസ്സും ബുദ്ധിയും ആ സുമുഖി വേട്ടയാടി പിടിച്ചിരുന്നു. വലിയ സമ്പന്നനും പ്രതാപിയുമായ രാജാവ് താൻ ഇഷ്ടപ്പെട്ട തൻ്റെ പ്രേയസിയെ സ്വന്തമാക്കാൻ തൻ്റെ സമ്പത്തും അധികാരവും ഉപയോഗിച്ചു. അയാൾ സ്വർണ്ണ നാണയങ്ങളും വെള്ളി നാണയങ്ങളും എറിഞ്ഞ് അവളെ വിലക്ക് വാങ്ങുകയും ദരിദ്രപൂർണമായ ആ മലഞ്ചെരുവിൽ നിന്നും തൻ്റെ കൊട്ടാരത്തിലെ സുഖലോലുപതയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ രാജാവിൻ്റെ സന്തോഷ നിമിഷങ്ങൾ അവസാനിക്കാൻ ഒരുപാട് ദിവസങ്ങളൊന്നും വേണ്ടി വന്നില്ല. അദ്ദേഹത്തിൻ്റെ എല്ലാ ആഹ്ലാദങ്ങളെയും അവസാനിപ്പിച്ചുകൊണ്ട് അവൾ ഒരു രോഗിയായി മാറി. ദിവസം കഴിയുന്തോറും അവൾ അവശയാവാൻ തുടങ്ങി. അവളുടെ രോഗം മൂർച്ഛിക്കുന്നതിനനുസരിച്ച് നമ്മുടെ രാജാവും വളരെയധികം ദുഃഖിതനും അസന്തുഷ്ടനുമായി കാണപ്പെട്ടു. അവളെ സുഖപ്പെടുത്തുവാൻ വേണ്ടി രാജ്യത്തെ വിഖ്യാതരായ ഭിഷഗ്വരന്മാർ കഴിയുന്നത്ര പരിശ്രമിച്ചു. എന്നാൽ അവരുടെ ശ്രമങ്ങളൊന്നും തന്നെ പറയത്തക്ക ഫലങ്ങളുണ്ടാക്കിയില്ല. രാജാവിനെ പലരും ഉപദേശിച്ചു, നിങ്ങൾ അവളെ ഓർത്ത് ഇത്രയധികം ദുഃഖിക്കരുത്, നിങ്ങളുടെ ആരോഗ്യം നശിപ്പിച്ച് രോഗാതുരനാകരുത്, അവൾ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഇനി ജീവിക്കുകയുള്ളൂ, നിങ്ങൾ അവളെ മറക്കാൻ ശ്രമിക്കണം. എന്നാൽ രാജാവ് അവൾക്ക് വേണ്ടി എല്ലാം ചിലവഴിക്കാൻ തയ്യാറായിരുന്നു. പക്ഷേ എല്ലാ വൈദ്യന്മാരും ഡോക്ടർമാരും തങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്തിട്ടും ഇനിയൊരു പ്രതീക്ഷയ്ക്കും വകയില്ല എന്ന് മനസ്സിലാക്കിയ രാജാവ് തൻ്റെ ആരാധനാമുറിയിൽ കയറി കതകടച്ചു. സൃഷ്ടികളിൽ നിന്നുമുള്ള എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചതുകൊണ്ട് തന്നെ ഇനി സൃഷ്ടാവായ നാഥൻ മാത്രമേ തന്നെ സഹായിക്കുവാനുള്ളൂ എന്നയാൾ ഉറച്ചു വിശ്വസിച്ചു. തൻ്റെ കാമുകിയുടെ സുഖപ്രാപ്തിക്ക് വേണ്ടി അയാൾ കരഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചു. തൻ്റെ കവിൾത്തടങ്ങൾ നനഞ്ഞു കുതിർന്നു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ രാജാവിന് അസഹ്യമായി ഉറക്കം വന്നു. അദ്ദേഹം അവിടെ കിടന്നൊന്നു മയങ്ങി. ആ മയക്കത്തിനിടയിൽ അദ്ദേഹം ഒരു വൃദ്ധനായ വ്യക്തിയെ കണ്ടു. തന്നെ സന്തോഷമറിയിച്ചുകൊണ്ട് ആ വൃദ്ധൻ പറഞ്ഞു, പേടിക്കണ്ട, നിന്റെ പ്രാർത്ഥന സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു. വളരെ വൈകാതെ തന്നെ നിന്റെ പ്രേയസിയുടെ അസുഖം സുഖപ്പെടുത്താൻ മാത്രം നിപുണനായ ഒരു ഡോക്ടർ നിന്നെ തേടിയെത്തും. രാജാവ് ഞെട്ടിയുണർന്നു. അദ്ദേഹത്തിന് തൻ്റെ സന്തോഷം അടക്കി വെക്കാൻ കഴിഞ്ഞില്ല. തൻ്റെ പ്രതീക്ഷയായ ആ വിശ്വഘരനെയും കാത്ത് കൊട്ടാരമട്ടുപ്പാവിൽ അദ്ദേഹം കണ്ണുനട്ടിരുന്നു. അധികം താമസിയാതെ അകലെ ഒരു ഡോക്ടറുടെ ആഗമനാടയാളം കണ്ട രാജാവ് സാധാരണയിൽ നിന്നും വിഭിന്നമായി സ്വന്തമായിട്ട് വാഹനമെടുത്ത് വിശ്വഘരൻ്റെ അടുത്തേക്ക് ചെല്ലുകയും അദ്ദേഹത്തെ സ്വാഗതം ചെയ്ത് ആനയിക്കുകയും ചെയ്തു. അതെ, തൻ്റെ സ്വപ്നം സത്യമായി പുലർന്നിരിക്കുന്നു. സത്യസന്ധമായും ആത്മാർത്ഥമായും പ്രപഞ്ചനാഥനായ അള്ളാഹുവിനോട് തേടിയാൽ നാഥൻ ഒരിക്കലും അവനെ കൈവെടിയില്ല. അദ്ദേഹം തൻ്റെ നാഥനെ ഒരുപാട് സ്തുതിച്ചു. ശേഷം തൻ്റെ പ്രേയസിയുടെ രോഗവിവരവും ഉണ്ടായ കഥകളും തുടക്കം മുതൽ പറയാൻ തുടങ്ങി. എല്ലാം കേട്ട വൈദ്യൻ അവൾ കിടക്കുന്ന മുറിയിലേക്ക് പ്രവേശിച്ചു. പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം തന്നെ വൈദ്യൻ പറഞ്ഞു, അവളുടെ രോഗം ശരീരത്തെയല്ല ബാധിച്ചിരിക്കുന്നത്, അവളുടെ മനസ്സിനെയാണ്. നിങ്ങളുടെ കാമുകിയുടെ രോഗം ദാ ഉൽ ഇഷ്കാണ്, അഥവാ പ്രേമരോഗം. അങ്ങനെ വിശ്വഘരൻ അവളോട് തനിച്ചിരുന്നുകൊണ്ട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും അവളുടെ ഹൃദയമിടിപ്പ് അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവളുടെ വീടും വീട്ടുകാരെയും കൂട്ടുകാരെയും കുറിച്ച് ചോദിച്ചപ്പോൾ അവളിൽ പ്രത്യേക മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. ചോദ്യങ്ങൾക്കിടയിൽ യാദൃശ്ചികമായി അദ്ദേഹം സമർഖന്ദ് നഗരമെന്ന വാക്ക് പരാമർശിച്ചപ്പോൾ അവളുടെ ഹൃദയമിടിപ്പിൽ പെടുന്നനെ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. മുഖഭാവത്തിലും വ്യത്യാസങ്ങൾ കണ്ടു. അപ്പോൾ വൈദ്യൻ സമർഖന്ദ് നഗരത്തെക്കുറിച്ച് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അദ്ദേഹം അവിടുത്തെ റോഡുകളെക്കുറിച്ചും ഇടനാഴികളെക്കുറിച്ചും സംസാരിച്ചു. അങ്ങനെ ഖാത്തിഫി എന്ന തെരുവും അവിടുത്തെ ജനങ്ങളും സംസാര വിഷയമായപ്പോൾ അവളുടെ ഹൃദയം
വളരെയധികം ശക്തമായി മിടിക്കാൻ തുടങ്ങി. അവസാനം വൈദ്യൻ വലിയൊരു രഹസ്യം കണ്ടെത്തി. അഥവാ സമർക്കന്ദിലെ ഗാത്തിഫ് എന്ന തെരുവിൽ താമസിക്കുന്ന ഒരു സ്വർണ്ണ പണിക്കാരനുമായി അവൾ അതിയായ പ്രണയത്തിലാണ്. അങ്ങനെ അവളുടെ രോഗകാരണം പ്രണയമാണെന്നും അതിൻ്റെതായ വഴിയിൽ ചികിത്സിച്ചാൽ മാത്രമേ അവൾ സുഖം പ്രാപിക്കുകയുള്ളൂ എന്നും ബിഷഘരൻ രാജാവിനെ അറിയിച്ചു. അപ്പോൾ പിന്നെ ആ പ്രണയത്തെ ഇല്ലായ്മ ചെയ്യാൻ എന്ത് വഴിയാണ് സ്വീകരിക്കേണ്ടത് എന്ന് രാജാവ് ആരാഞ്ഞു. വൈദ്യൻ പറഞ്ഞു, നിങ്ങളുടെ അധികാരവും പണവും ഉപയോഗിച്ച് ആ സമർക്കന്തുകാരനായ സ്വർണ്ണപ്പണിക്കാരനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്താൽ എനിക്കവളെ സുഖപ്പെടുത്താൻ കഴിയും. സുൽത്താൻ തൻ്റെ ധനവും പദവിയും ഉപയോഗിച്ച് സമർക്കന്ദിലെ അവളുടെ കാമുകനെ കൊട്ടാരത്തിലേക്ക് എത്തിച്ചു. രാജസദസ്സിൽ വലിയ സ്വീകരണങ്ങളും ഉപഹാരങ്ങളും നൽകിക്കൊണ്ട് അയാൾ ആദരിച്ചു. ശേഷം വൈദ്യൻ പറഞ്ഞു, അവളെ കൊണ്ടുവന്ന് ഇയാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കുക. രാജാവ് ഒന്നും ചിന്തിക്കാതെ തന്നെ എല്ലാം നടപ്പാക്കി. അവൾ തൻ്റെ പ്രിയനെ സ്വന്തമാക്കി. അത്ഭുതമെന്ന് പറയട്ടെ, ദിവസങ്ങൾ കൊണ്ട് തന്നെ അവളുടെ അസുഖമെല്ലാം സുഖപ്പെട്ടു. അങ്ങനെ 6 മാസങ്ങൾ കഴിഞ്ഞു. അവളിപ്പോൾ പൂർണ്ണ ആരോഗ്യവതിയും മുമ്പത്തേക്കാൾ സുന്ദരിയുമാണ്. എന്നാൽ ആ കാലയളവിനുള്ളിൽ വൈദ്യൻ വളരെ നീചമായ ചില കുതന്ത്രങ്ങൾ മെനയുന്നുണ്ടായിരുന്നു. അയാൾ അവളുടെ കാമുകന് ആരുമറിയാതെ വിഷം കലർത്തിയ പാനീയങ്ങൾ നൽകി. അവൻ ദിവസങ്ങളെ കൊണ്ട് തന്നെ രോഗാതുരനായി. രോഗം മൂർച്ഛിക്കുന്നതിനനുസരിച്ച് സ്വാഭാവികമായും അയാൾക്ക് എല്ലാത്തിനോടും വിരക്തി അനുഭവപ്പെട്ടു. മരണം മുന്നിൽ കണ്ട അയാളുടെ മനസ്സിൽ നിന്നും അവളോടുള്ള പ്രണയമെല്ലാം പതിയെ അസ്തമിച്ചിരുന്നു. അതുപോലെ തൻ്റെ കാമുകൻ്റെ പഴയകാല പ്രൗഢിയും ഭംഗിയുമെല്ലാം നഷ്ടപ്പെട്ടു തുടങ്ങിയപ്പോൾ അവളിലും അവനോടുള്ള മടുപ്പ് പ്രകടമാവാൻ തുടങ്ങി. അവസാനം അവൾ അവനോടുള്ള ഭൗതികവും നൈമിഷികവുമായ പ്രണയത്തിൽ നിന്ന് സ്വതന്ത്രയായി. രാജാവ് തൻ്റെ പ്രേയസിയെ തിരിച്ചു കിട്ടിയതിൽ വളരെ സന്തുഷ്ടനായി. സ്വർണ്ണപ്പണിക്കാരനാകട്ടെ തൻ്റെ നൈമിഷിക തിളക്കവും ഭംഗിയും ഉപയോഗിച്ച് നടത്തിയ വഞ്ചനയുടെ വില നൽകേണ്ടി വരികയും ചെയ്തു. നേരത്തെ പറഞ്ഞതുപോലെ ഈ കഥ സൂഫി കോണ്ടെക്സ്റ്റിൽ ചിന്തിക്കുന്നവർക്ക് വലിയ പാഠങ്ങളുള്ള ഒരു കഥയാണ്. കഥയുടെ ഒരു സൂഫി വശം മനസ്സിലാക്കാൻ വേണ്ടി കഥാപാത്രങ്ങളെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാം. ഈ കഥയിൽ പ്രതിപാദിക്കുന്ന രാജാവ് ഒരാളുടെ റൂഹാണ്, അഥവാ ആത്മാവ്. കഥയിലെ നായികാ കഥാപാത്രമായ കാമുകി ഒരു വ്യക്തിയുടെ ഹൃദയമാണ്. മറ്റൊരു കഥാപാത്രമായ സ്വർണ്ണപ്പണിക്കാരൻ ഒരു വ്യക്തിയുടെ നഫ്സാണ്. ഹൃദയത്തെ നഫ്സിൻ്റെ ചതിയിൽ നിന്നും നഫ്സിനോടുള്ള പ്രണയത്തിൽ നിന്നും സ്വതന്ത്രനാക്കുന്ന ബിഷഘരൻ ആ വ്യക്തിയുടെ മുറബിയായ ഷെയ്ഖാണ്, അഥവാ ആത്മജ്ഞാനിയായ ഗുരുവാണ്. ഗുരുവിൻ്റെ സഹായത്തോടെ ഒരാളുടെ ഹൃദയം ദുനിയാവിനെയും നഫ്സിൻ്റെ സുഖങ്ങളെയും തലാക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ തന്നെ അനശ്വരനാക്കുന്ന റൂഹിൻ്റെ കാമുകനായി മാറാൻ ആ ഹൃദയത്തിന് കഴിയുന്നു. അങ്ങനെ അവൻ്റെ പ്രപഞ്ചനാഥൻ്റെ തിരുസന്നിധിയിൽ ഒരിക്കലും മരിക്കാതെ ദിവ്യപ്രണയം അനുഭവിക്കാൻ അവൻ പ്രാപ്തനാകുന്നു.